Hi students, Kochi University of Science and Technology MSc Mathematics entrance ഭാഗമായിട്ട് നടത്തുന്ന കോച്ചിങ്ങിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷേ ചെറിയ കൺഫ്യൂഷൻസ് കാരണം നമ്മൾ നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അറിയുന്നവർ സ്കിപ്പ് ചെയ്യുക, അറിയാത്തവരെന്ത് ചെയ്യുക, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ ഇതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഒറിജിൻ. ഇത് ഒറിജിനിൽ ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ് അറ്റ് ഒറിജിൻ, പിന്നെ എന്താണ് നോവെയർ ഡിഫറൻഷ്യബിൾ, നോവെയർ കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മൾ +2 ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫും അതിൻ്റെ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ മിനിമം അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്കിവിടെ കൂടുതലും ചോദിച്ചു കാണുന്നത് മോഡ് എക്സിനെ കുറിച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് മോഡ് എക്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിഫറൻഷ്യബിലിറ്റിയിൽ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ, കണ്ടിന്യൂസ് ആണോ, കണ്ടിന്യൂസ് അല്ലേ, ഡിഫറൻഷ്യബിൾ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ നോക്കാം. അപ്പോൾ മോഡ് എക്സിൻ്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാം, 0 ആണ് മോഡ് എക്സിൻ്റെ വാല്യൂ. പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഡൊമൈനിലെ വാല്യൂ പോസിറ്റീവിൽ പോകുന്ന സമയത്ത് അതിൻ്റെ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, അതേ വാല്യൂ തന്നെയാണ് കിട്ടുക, അതേ പോസിറ്റീവ് തന്നെ വരും. ഈ രീതിയിൽ പോകും. നെഗറ്റീവ് വാല്യൂവിൽ -1 എടുക്കുമ്പോൾ അതിൻ്റെ ഇമേജ് എന്താണ്, +1 ആണ് വരിക, അപ്പോൾ 1 വരും. അതുകൊണ്ട് ഈ ഗ്രാഫ് ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് എല്ലാവർക്കും അറിയുന്നതാണ് മോഡ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നമ്മൾ ത്രൂ ഔട്ടായിട്ട് നോക്കുകയാണെങ്കിൽ എന്താ, ഗ്രാഫിൻ്റെ എവിടെയും എന്തില്ല, ബ്രേക്കുകളൊന്നുമില്ല, ഗ്രാഫ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഇവിടെ എന്ത് പറയുന്നുണ്ട്, നോവെയർ കണ്ടിന്യൂസ് എന്നാണ്, എവിടെയും കണ്ടിന്യൂസ് അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും കണ്ടിന്യൂസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഏതായിരുന്നു, എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് ആണെന്നുള്ളത്. പിന്നെ എന്താണ്, കണ്ടിന്യൂസിനെ കുറിച്ചിട്ട് അത്രയും പറയാനുള്ളൂ. ഡിഫറൻഷ്യബിൾ ആണോ നോക്കുന്ന സമയത്ത്, ഡിഫറൻഷ്യബിൾ ആണോ നോക്കാണ്ട് ഗ്രാഫ് അറിയാമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ, വേറെയും ടെക്നിക്കുകൾ ഉണ്ട്, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് നമുക്ക് ഡെറിവേറ്റീവ് ഒന്നും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോമിലൊന്നും നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇവിടെ ചോദിക്കുന്നത്. ബാക്കിയുള്ളത് ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, sin x പറഞ്ഞാൽ cos x ആണ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയാം. അപ്പോൾ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഒരു ആൻസർ നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. എന്താണ്, ഗ്രാഫ് അറിയാമെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി പറയുമ്പോൾ ആ ഗ്രാഫ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഷാർപ്പ് എഡ്ജൊന്നും ഇല്ലാതെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും, ആ ഗ്രാഫ് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ 0യിൽ നിങ്ങൾ നോക്കി എന്താണ്, ഷാർപ്പ് എഡ്ജാണ്. ശരിക്ക് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെയുള്ള ടാൻജൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ടാൻജൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡിഫറൻഷ്യബിൾ എന്ന് പറയുക. ഒരു ടാൻജൻറ്റ്, സിംഗിൾ ടാൻജൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡിഫറൻഷ്യബിൾ എന്ന് പറയുക. പക്ഷേ എന്താണ്, ഈ ഷാർപ്പ് എഡ്ജുകളിൽ എന്താ സംഭവിക്കുക, ഷാർപ്പ് എഡ്ജുകളിൽ എന്ത് ചെയ്യും, ഒരുപാട് ടാൻജൻറ്റുകൾ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ആ പോയിന്റിൽ തന്നെ ഒരുപാട് വാല്യൂസ് ഉണ്ടാവും, അത് യുണീക്ക് ആയിരിക്കില്ല. അതുകൊണ്ട് എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ അങ്ങനെയാണ് പറയുന്നത്, യുണീക്ക് ആയിരിക്കണം, അവിടെയുള്ള വാല്യൂ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തല്ല, യുണീക്ക് അല്ല. അതുകൊണ്ട് എന്തല്ല, ഇവിടെ 0യിൽ ഇത് ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ശരിയായ ആൻസർ എന്താണ്, ഡിഫറൻഷ്യബിൾ അറ്റ് ഒറിജിൻ ആണെന്ന്. അത് തെറ്റാണ്. ഇനി എന്താണ്, കണ്ടിന്യൂസ് അറ്റ് ഒറിജിൻ എന്നാണ് പറയുന്നത്. അത് ശരിയാണ്, കാരണം എല്ലാ സ്ഥലത്തും എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇനി എന്താ പറയുന്നത്, നോവെയർ ഡിഫറൻഷ്യബിൾ എന്നാണ് പറയുന്നത്. നോവെയർ ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഇവിടെ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഷാർപ്പ് എഡ്ജ് വരുന്നുള്ളൂ. അവിടെ ആ ഒരു 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് ടാൻജൻറ്റുകൾ നമുക്ക് വരക്കാൻ പറ്റും. ഇവിടെയൊക്കെ എന്ത് ചെയ്യണം, സിംഗിൾ ടാൻജൻറ്റ് മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് എന്താണ്, ഇത് ഇവിടെയൊക്കെ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് നോവെയർ ഡിഫറൻഷ്യബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ എന്താണ്, നോവെയർ കണ്ടിന്യൂസ് ആണ്. നോവെയർ കണ്ടിന്യൂസ് അല്ല, ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് അറ്റ് ഒറിജിൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കേണ്ടതാണ്.